ഹലോ ഗൈസ്, ബ്യൂട്ടിഫുൾ ബ്രിട്ടീഷ് കൊളംബിയയിലെ വേറൊരു പുതിയ വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഏറ്റവും ബ്യൂട്ടിഫുള്ളായ സീ ടു സ്കൈ ഹൈവേ കൂടെയാണ്. ഇതിൽ കൂടെ നമ്മൾ പോകുന്നത് വിസ്ലർ വില്ലേജിലേക്കാണ് ഗൈസ്. അപ്പം നമ്മളിന്ന് സീ ടു സ്കൈ വേ ആയ മനോഹരമായ വിസ്ലറിലേക്ക് പോകുന്ന യാത്രയാണ്. അതിന്റെ ഇടയ്ക്ക് ഒരു സ്റ്റോപ്പ് ബൈ ആയിട്ടൊരു ബ്യൂട്ടിഫുൾ വാട്ടർഫോൾസ് ഉണ്ട്, ഷാനോൺ ഫോൾസ്. അപ്പൊ അതും അതിന്റെ ഇടയ്ക്ക് സ്റ്റോപ്പ് ചെയ്ത് നമുക്ക് കണ്ട് ആസ്വദിച്ച് നമുക്ക് തുടങ്ങാം. നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഒരു ചെറിയ ട്രെയിൽ എടുത്ത് നടക്കുകയാണ് ഗൈസ്. ഈ ട്രെയിൽ എടുക്കുമ്പോൾ നമുക്ക് വാട്ടർഫോൾസിന്റെ വ്യൂ പോയിന്റിൽ എത്തിച്ചേരാൻ സാധിക്കും. പോകുന്ന വഴി നിറച്ച് മരം ഉള്ളതുകൊണ്ട് ഫുള്ളി ഗ്രീനറിയാണ്. പിന്നെ നമുക്ക് ചൂടത്ത് അധികം ചൂട് അനുഭവപ്പെടുത്തില്ല, ഫുള്ളി ഷെയ്ഡാണ്. മാത്രമല്ല നമുക്ക് വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളത്തിൻ്റെ കുറച്ച് സ്ട്രീംസും സൈഡിൽ കാണാൻ സാധിക്കും. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മെയിൻ വ്യൂ പോയിന്റിലേക്ക് എത്താറായി ഗൈസ്. ദാ ഈ കാണുന്നതാണ് ബ്യൂട്ടിഫുൾ ഷാനോൺ ഫോൾസ്. ഈ ഷാനോൺ ഫോൾസ് ബ്രിട്ടീഷ് കൊളംബിയയിലെ 3rd ടോളസ്റ്റ് വാട്ടർഫോൾ ആണ് ഗൈസ്. അപ്പോൾ ഇതിന്റെ ഹൈറ്റ് എത്രയാന്ന് വെച്ചാൽ 335 meters ആണ്. This was indeed a spectacular view guys. നമ്മൾ വാട്ടർഫോൾസ് ഒക്കെ കണ്ട് നമ്മുടെ യാത്ര തിരിച്ച് ഈ സീ ടു സ്കൈ ഹൈവേയിൽ തുടരുകയാണ് ഗൈസ്. നമ്മൾ ഈ സീ ടു സ്കൈ ഹൈവേയിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ കൺമുന്നിൽ കാണുന്ന വ്യൂ ഈ മഞ്ഞുമലയാണ് ഗൈസ്. ഈ സണ്ണി ഡേയിൽ ഈ സ്നോ കവേർഡ് മൗണ്ടൻ വളരെയധികം ബ്യൂട്ടിഫുൾ ആണ്. അങ്ങനെ നമ്മൾ വിസ്ലർ വില്ലേജിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ട് ആയതുകൊണ്ട് ഇത് വളരെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ കോട്ട് കണ്ടോ ഗൈസ്, ഇറ്റ്സ് സോ ട്രൂ. അതൊരു മനോഹരമായ കാലമായിരുന്നു. നമ്മളിപ്പം വിസ്ലറിലെ നല്ലൊരു ഫേമസ് സ്പോട്ടിലാണ് നിൽക്കുന്നത്. അതായത് ഇവിടെയാണ് 2010 ഒളിമ്പിക്സിന്റെ വിൻഡോ ഗെയിംസ് നടന്നത്. അപ്പൊ അന്ന് സ്ഥാപിച്ച ഒരു സിംബലിന്റെ ഫ്രണ്ടിലാണ് ഞാൻ നിൽക്കുന്നത്. വിസ്ലർ മൗണ്ടനിലെ സ്കീയിങ്ങിന് വളരെ പ്രത്യേകതയുണ്ട് ഗൈസ്. നോർത്ത് അമേരിക്കയിലെ ലാർജസ്റ്റ് സ്കീയിങ് റിസോർട്ട് ഇവിടെയാണ് സ്ഥിതി ചെയ്തിരിക്കുന്നത്. നമ്മൾ വിസ്ലർ വില്ലേജ് ഒക്കെ കണ്ട് അടുത്ത നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോവുകയാണ് ഗൈസ്. ഇതാണ് ഗൈസ് നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ, അതായത് ബ്രാൻഡിവൈൻ ഫോൾസ്. Varna, are you excited to see the bear? Karadi. Yes, I want to see. പാർക്കിംഗ് ലോട്ടിൽ കാർ പാർക്ക് ചെയ്ത് ഞങ്ങൾ വാട്ടർഫോൾസിന്റെ അങ്ങോട്ടേക്ക് നടക്കുകയാണ് ഗൈസ്. ബ്രാൻഡി വൈനും നിറഞ്ഞൊഴുകുന്ന ബ്രാൻഡി വൈൻ ഫോൾസ് കാണാൻ വന്നിരിക്കുകയാണ് നമ്മൾ. എല്ലാവർക്കും എൻ്റെ ചളി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വാട്ടർഫോൾ കാണാൻ പോകുന്ന ട്രെയിനിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു റെയിൽവേ ക്രോസിംഗ് ഒക്കെ ക്രോസ് ചെയ്യണം ഗൈസ്. എന്നാലേ നമ്മൾ ആ വാട്ടർഫോൾസിൻ്റെ അടുത്ത് എത്തത്തുള്ളൂ. അങ്ങനെ നമ്മൾ ട്രെയിൽ അവസാനിക്കുമ്പോൾ
ഇവിടെ നേരെ കാണുന്ന ഈ മനോഹരമായ വെള്ളച്ചാട്ടമാണ് ബ്രാൻഡി വൈൻ വാട്ടർഫോൾസ്. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 70 meters ആണ് ഗൈസ്. ഒരു പോപ്പുലർ ടെയില് പറയട്ടെ ഗൈസ്. The name Brandywine came from a bet between two Canadian Pacific Railway workers over the height of the falls. The winner got a bottle of brandy and the naming rights. Railway track. I'm scared. Let's go. Bye. അങ്ങനെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് വാൻകൂവറിലേക്ക് പോകുന്ന വഴി സ്ക്വാമിഷ് എന്ന സ്ഥലത്ത് കണ്ട കാഴ്ചകളാണ് ഈ കാണുന്നത്. ഈ കാണുന്നതാണ് സ്റ്റാമസ് ഷീഫ് എന്ന് പറയുന്ന വൺ ഓഫ് ദ ലാർജസ്റ്റ് ഗ്രാനൈറ്റ് മോണോലിത്സ് ഇൻ ദ വേൾഡ്. ഇന്നത്തെ ഈ സീ ടു സ്കൈ യാത്ര നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട ആചാരം മറക്കണ്ട. എല്ലാവരും പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ബൈ.